Dear my students, welcome to English class. Today I introduce you the first lesson of the first unit of +1 class. That is his first flight. അവൻ്റെ ആദ്യത്തെ പറക്കൽ. His first flight. Here the character is a bird, a little bird, a fledgling. ഇവിടുത്തെ കഥാപാത്രം ഒരു പക്ഷിയാണ്, പക്ഷിക്കുഞ്ഞാണ്. But this first unit itself refers about how to face the problems. +1ലേക്ക് ഹൈസ്കൂൾ ലെവൽ കഴിഞ്ഞ് ഉയർന്ന ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് പഠിക്കാൻ വരുന്ന, ജീവിക്കാൻ പോകുന്ന നിങ്ങൾക്ക് പാഠഭാഗങ്ങളിലൂടെ നൽകുന്ന ചില സൂചനകളും ഉപദേശങ്ങളും അറിവുകളുമാണ് ഈ ഫസ്റ്റ് യൂണിറ്റ്. ദെൻ കം ടു ദ പോയിൻറ്റ്സ്. എന്തൊക്കെയാണ് ഈ പാഠം കൊണ്ട്, ഈ മൊത്തം ഈ യൂണിറ്റ് കൊണ്ട് ചോദിക്കുന്നത്? യൂണിറ്റ് ബേസ്ഡാണ് ക്വസ്റ്റ്യൻസ്, ജനറൽ ക്വസ്റ്റ്യൻസ്, റൈറ്റപ്സ്, നരേഷൻസ്, സ്പീച്ചസ്, ഇതൊക്കെ തന്നെ യൂണിറ്റ് ബേസ്ഡാണ് വരിക. അപ്പോഴൊരു യൂണിറ്റിനെ ആസ്പദമാക്കിയാണ് ഈ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷനാണിത്. 1. ഫേസ് ദ പ്രോബ്ലംസ്. നൗ യു നോ യു ആർ ദി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. നിങ്ങൾ SSLC കഴിഞ്ഞ് മുൻപ് പ്രീ ഡിഗ്രി എന്ന് വിളിച്ചിരുന്ന, ഇപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് വിളിക്കുന്ന ആ വിഭാഗത്തിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ്. So now the level is changed, the position is changed. ഇപ്പോൾ ജീവിതത്തിൻ്റെ പഠന നിലവാരം മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ട, അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ ധാരാളമായിരിക്കും. ബട്ട് we can face it, we can solve it, we can win it. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ പക്ഷിക്കുഞ്ഞിലൂടെ, അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ പാഠഭാഗത്തിലൂടെ, ഐ വിൽ ഫ്ലൈ എന്ന അടുത്ത ഭാഗത്തിലൂടെ, അതുപോലെ തന്നെ ഇഫ് എന്ന പോയത്തിലൂടെ, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാകാം എന്ന് പറയുന്ന ആ കവിതയിലൂടെ നമുക്ക് തരുന്ന ഈ പാഠഭാഗ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കണ്ടോളൂ. ഇറ്റ് ഈസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. മൈ ലൈഫ്, യുവർ ലൈഫ്, അവർ ലൈഫ്. എൻ്റെ ജീവിതമാകട്ടെ, നിങ്ങളുടെ ജീവിതമാകട്ടെ, നമ്മുടെ മൊത്തം ജീവിതമാകട്ടെ, ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. യെസ്, all of you learn, but all of us are not going to earn job as we like, as we hope, as we desire. നിങ്ങളൊക്കെ പഠിക്കുന്നു, പക്ഷേ പഠിക്കുന്നവർക്കൊക്കെ ആഗ്രഹിച്ചതുമാതിരിയുള്ള പഠന വിഷയങ്ങൾ ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ കിട്ടാറില്ല. ഇനി പഠിച്ചാൽ തന്നെ ആഗ്രഹിച്ചത് മാതിരിയുള്ള ജോലികൾ ലഭ്യമാകാറില്ല. ഇനി ജോലി ലഭ്യമായാൽ തന്നെ നാം വിചാരിച്ച മാതിരി കാര്യങ്ങളെ പലപ്പോഴും കൊണ്ടുപോകാൻ കഴിയാറില്ല. ആൻഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ദർ മേ ബി പ്രോബ്ലംസ്. ഓരോരോ സ്റ്റേജിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. സോ ഫേസ് ദ പ്രോബ്ലംസ്. എങ്ങനെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാം? അതുകൊണ്ട് പാഠഭാഗം മാഷ് വായിച്ച് റെഫർ ചെയ്ത് പോകുന്നു. നമുക്കത് എസ്സേ എഴുതണ്ട, റൈറ്റപ്പ് എഴുതാൻ, നാരേറ്റീവ് എഴുതാൻ, സ്പീച്ച് നടത്താൻ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ടത്. ഇത് ഈ പക്ഷിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്. പക്ഷിക്കുഞ്ഞ് പറക്കാൻ ശീലിച്ചെങ്കിലേ, പറക്കാൻ പഠിച്ചെങ്കിലേ ഈ കടൽക്കാക്ക കുഞ്ഞിന് കടലിൽ ഇറങ്ങിയിട്ട് ഊളിയിട്ട് ഡൈവ് ചെയ്തിട്ട് മത്സ്യം കൊത്തിയെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ബട്ട് ദ സീഗൾ ഈസ് അഫ്രെയ്ഡ് ഓഫ് ഫ്ലൈയിങ്. പക്ഷേ ഈ വിശാലമായ കടലിന് മുകളിലേക്ക് പറക്കാൻ ഈ പക്ഷിക്കുഞ്ഞിന് ഭയമാണ്. ഫിയറാണ് പ്രോബ്ലം.
ഫിയറാണ്, ഭയമാണ് നമ്മുടെ ശത്രു. സോ ഫിയർ ഈസ് ദ മെയിൻ എനിമി ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രഥമ ശത്രു ഭയമാണ്. അതുകൊണ്ട് അതിനെ കീഴടക്കാൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നമുക്ക് നിരന്തരം പൊരുതിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പാഠം പറയുന്നത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൻ്റെ, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു കഥയാണ്. അങ്ങനെ വരുമ്പോൾ ആരാണ് നമ്മെ സഹായിക്കുക? അതേഴ്സ് മേ, മറ്റുള്ളവരുണ്ട്. യുവർ പാരൻസ് ഉണ്ട്, യുവർ ടീച്ചേഴ്സ് ഉണ്ട്, യുവർ നെയ്ബേഴ്സ് ഉണ്ട്, യുവർ റിലേറ്റീവ്സ് ഉണ്ട്. പോരാ, അതൊന്നും പോരാ. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. മാഷ് 10ാം ക്ലാസ്സിൽ നിങ്ങളെ അല്ലെങ്കിൽ അതേമാതിരി പഠിപ്പിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യമാണ്. സെൽഫ് ഹെൽപ്പ്, സ്വയം സഹായമാണ് സുപ്രധാന സഹായം. സോ വി ഫേസ് ദ പ്രോബ്ലംസ് സിംഗിൾ, എലോൺ. നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. സെൽഫ് ഹെൽപ്പ്, നമ്മെ സഹായിക്കാൻ നാം തന്നെ തയ്യാറാകണം. പല പല കാര്യങ്ങളെ കൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അത് പിന്നെ ചെയ്യാം എന്ന് മാറ്റി വെക്കുകയല്ല വേണ്ടത്. ചിന്തിക്കണം, ഇഫ് അതേഴ്സ് ക്യാൻ ഡു ഇറ്റ്, വൈ ഐ കാൺട്ട്? മറ്റുള്ളവർക്ക് അങ്ങനെയാകാമെങ്കിൽ ഇവിടെ പഠിച്ച മോള് ഐഷ, അവളാണ് നാഷണൽ തലത്തിൽ ഇപ്പോൾ കേരളം മുഴുവൻ അംഗീകരിക്കുന്ന കുട്ടിയായിട്ട് മാറിയത്. ഇവിടെ പഠിച്ചവളാണ് 10th, ഇവിടുത്തെ ഫുൾ A+ ഹോൾഡറാണ്. അപ്പോൾ അതൊരു പോരാട്ടമാണ്. അന്ന് നമുക്ക് അവൾ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണെന്നറിയാം, പക്ഷേ ഇത്രത്തോളം അവൾക്ക് പൊരുതി മുന്നേറാൻ കഴിയുമെന്ന് അവൾ തന്നെയാണ് അവളെ പ്രാപ്തിയാക്കിയത്. അധ്യാപകൻ എന്ന രീതിയിൽ ഞങ്ങളും, ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന രീതിയിൽ എനിക്ക് പരമാവധി പറയാവുന്നതും ഇതുമാതിരിയുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സ്നേഹവാക്കുകളും കൊടുത്തിട്ടുണ്ടാകാം. അവരുടെ അച്ഛനും അമ്മയും അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കാം. മറ്റുള്ള അധ്യാപകർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അയൽക്കാരങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ട് she is the main reasoner for it. Her help is the best help for her achievement. അവളുടെ നേട്ടത്തിൻ്റെ പ്രഥമമായ ആ ആധികാരികത അവൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സെൽഫ് ഹെൽപ്പാണെന്ന് ഈ പാഠം നമ്മളെ തെളിയിക്കുന്നു. ഇനി എന്താണ്? അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. എനിക്കത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കറിയാം, പലർക്കും ഞാനിവിടെ കൊടുക്കുന്ന ക്ലാസ്, SSLCക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്, ഐ ക്യാൻ ഡു, ഐ ഷാൾ ഡു എന്നാണ്. ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്യും. ഐ ഷാൾ ഓവർകം, ഞാൻ പ്രശ്നങ്ങളെ അതിജീവിക്കും. നാഷണൽ സർവീസ് സ്കീമിൻ്റെ സ്ലോഗനാണ് ഐ ഷാൾ ഓവർകം, ഞാൻ അതിജീവിക്കുമെന്ന്. നമ്മൾ പറയണം, നാം സ്വയം പറയണം ഐ ഷാൾ ഓവർകം, ഞാൻ അതിജീവിക്കുമെന്ന്. യെസ്, സെൽഫ് കോൺഫിഡൻസ്. മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതം സമ്പന്നമാക്കാനോ സമ്പൂർണ്ണമാക്കാനോ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നാം സെൽഫ് ഹെൽപ്പ് നമ്മളിൽ നിന്നും ആർജിക്കണം. സെൽഫ് കോൺഫിഡൻസ് നാം സ്വയം ആർജിക്കണം. ദ ലാസ്റ്റ് വൺ, അച്ചീവ് ദ ഗോൾ. ആൻഡ് യു ഹാവ് എ നെയിം, യു ഹാവ് എ ഗോൾ, യു ഷുഡ് ഹാവ് എ ഗോൾ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം ആർജിക്കാൻ വേണ്ടി ഉള്ള നിങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ +1 പഠനം. ആ പഠനത്തിൽ ആദ്യ യൂണിറ്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മോട്ടിവേഷൻ ക്ലാസ്സുകളാണ്. മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയറിങ്, പ്രേരിപ്പിക്കുന്ന, എംപവറിങ്, ശക്തി ആർജിക്കാൻ വേണ്ടി സഹായിക്കുന്നവയാണ്. അതാണ് ഈ 1ാം യൂണിറ്റിലൂടെ, ഈ 1ാം പാഠത്തിലൂടെ നാം പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. ധാരാളം ചോദ്യങ്ങൾ പലതരത്തിൽ ചോദിക്കാൻ പറ്റുന്ന. ദെൻ ലെറ്റ് us start. നോക്കൂ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓ'ഫ്ലഹേർട്ടി. ഓഥറുടെ പേര് മനസ്സിൽ വെക്കണം. ദ യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ആ യങ് സീഗൾ അതിൻ്റെ ലെഡ്ജിൽ, ഇവിടെ കൊടുത്തിട്ട് എന്താണ് ലെഡ്ജെന്ന്, ഒരു പാറ, അതിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊരു ഭാഗം, ആ പാറക്കെട്ടിലാണ്, കടലോരത്ത് ഈ പാറക്കെട്ടിലാണ് ഈ പക്ഷിക്കുഞ്ഞിൻ്റെ സങ്കേതം.
അവിടെയാണ്, ഇതാണ് അവൻ്റെ ലഡ്ജ്. ഈ ലഡ്ജിൽ നിന്നും അവൻ വന്ന് നോക്കുകയാണ് പുറത്തേക്ക്. ഭയം, പറക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് നോക്കാം. ദസ് യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ലഡ്ജ്. അവൻ്റെ ആ സങ്കേതത്തിൽ ഇന്നവൻ ഒറ്റയ്ക്കാണ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി നോക്കുക? ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ എവേ. അവൻ്റെ ഒപ്പം പിറന്ന 2 സഹോദരങ്ങൾ അവർ ഇതിനകം തന്നെ പറന്നു പോയി കഴിഞ്ഞു. ദ ഡേ ബിഫോർ, കഴിഞ്ഞ ദിവസം അവർ പറന്നുപോയി. ദാറ്റ് മീൻസ് ദേ ലേൺഡ്, ദേ പ്രാക്ടീസ്ഡ്, ദേ ആക്ച്വലി ലേൺഡ് ഹൗ ടു ഫ്ലൈ. എങ്ങനെ പറക്കണമെന്ന് അവർ ഇന്നലെ തന്നെ പഠിച്ചു കഴിഞ്ഞു. അവർ പോയി. ബട്ട് ഹീസ് അലോൺ. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ. അവന്, ഈ പക്ഷിക്കുഞ്ഞിന് അവന് പേടിയാണ് പറക്കാൻ. വിത്ത് ദം. അതുകൊണ്ട് അവരുടെ കൂടെ, സഹോദരൻ്റെ കൂടെ, സഹോദരിയുടെ കൂടെ, അതായത് ഒപ്പം പിറന്ന മറ്റു പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൂടെ അവന് പറക്കാൻ കഴിഞ്ഞില്ല. വൈ? ബിക്കോസ് ഫിയർ. നോക്കൂ, ഫിയർ ഈസ് ദ എനിമി. ഫിയർ എനിമിയാണത്. ആ ശത്രുവാണ്, ഭയമാണ് അവനെ ഒറ്റയ്ക്കാക്കിയത്. ഭയപ്പെട്ടു പോയി അവൻ പറക്കാൻ. നോക്കൂ, when he had taken a little run toward the brink of the ledge. ഈ ലഡ്ജിൻ്റെ അറ്റം വരെ അവനൊന്ന് ഓടി നോക്കും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ കാണുന്ന എന്താണ്? വൈഡ് സീ, വിശാലമായ സാഗരം കാണുന്നു. അവൻ തിരിച്ചോടും. അവൻ്റെ ഈ സുഖകരമായ അല്ലെങ്കിൽ കംഫർട്ടബിളായ ഈ സങ്കേതത്തിലേക്ക്, അവൻ്റെ പാരൻ്റ് ബേർഡ്സ്, അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കൂട്ടിലേക്ക് അവൻ തിരിച്ചോടും. അവൻ അതിൻ്റെ ഹി വിൽ ഗോ ഫോർവേഡ് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലഡ്ജ്. ഈ ലഡ്ജിൻ്റെ അറ്റം വരെ പോയി നോക്കും. ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. എന്നിട്ട് ചിറക് വീശാൻ ശ്രമിക്കും. ഫ്ലാപ്പ് ദ വിങ്സ്, ചിറകടിക്കുക. പക്ഷേ ഹി ബിക്കം അഫ്രൈഡ്. അവൻ ഭയന്നു പോവും. ആൻഡ് ഹി വിൽ റിട്ടേൺ. അവൻ തിരിച്ചു പോരും. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്. താഴെ, beneath, 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 underneath, കീഴെ. താഴെ കാണുന്ന വിശാലമായ സാഗരം, അതിൻ്റെ ആ പരപ്പ് കണ്ടിട്ട് അവൻ ആളറിയില്ല. ആ സാഗരത്തിൻ്റെ ആ പരപ്പ് കണ്ടിട്ട് അവൻ ഭയന്ന് തിരിച്ചു പോരും. ദ ഗ്രേറ്റ് എക്സ്പാൻസ്, വിശാലത. എക്സ്പാൻസ് എന്നാണ് വിശാലത. ഓ സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബെനീത്ത്. ബെനീത്ത് മീൻസ് കീഴെ, താഴെ പരന്നു കിടക്കുന്ന സാഗര വിശാലത കണ്ട് അവൻ തിരിച്ചു പോരും. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ. താഴെ, വളരെ താഴെയാണ് കടൽ. ഈ പാറയിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ പോയിട്ടാണ് മത്സ്യം പിടിക്കേണ്ടത്. ഹി ഫെൽറ്റ് certain, he felt sure, അവൻ ഒരു കാര്യം ഉറപ്പായി, that his wings would never support him. തൻ്റെ ഈ കുഞ്ഞി ചിറകുകൾക്ക് തന്നെ പൊക്കിയെടുത്ത് പറക്കാനുള്ള ത്രാണിയില്ല. He believed that his wings are unable to take him forward. തൻ്റെ ഈ കുഞ്ഞിച്ചിറകുകൾക്ക് തന്നെയും തൂക്കി പറക്കാനുള്ള പ്രാപ്തിയില്ല എന്ന് അവൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, തെറ്റിദ്ധരിച്ചു. ഈച്ച് ബേർഡ്, ഓരോ പക്ഷിയും ബൈ യൂസിങ് ഇറ്റ്സ് ഓൺ വിങ്സ്, അതിൻ്റെ സ്വന്തം ചിറകുകൾ ഉപയോഗിച്ചാണ് പറക്കുന്നത്. ബട്ട് വി ഷുഡ് ഹാവ് സെൽഫ് കോൺഫിഡൻസ്. അതിന് വി ഷുഡ് ബി ഡൺ സെൽഫ് ഹെൽപ്പ്. അതിന് സ്വയം ആർജിക്കണം, ആർജവം വേണം, അതിന് സ്വയം സഹായിക്കണം. അതവൻ ചെയ്തില്ല, ഭയമാണ് അവന്. He felt certain that his wings could never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. അതുകൊണ്ട് he walks forward and looks at the sea and gets afraid of and returns back. അവനൊന്ന് നടന്നു പോയി നോക്കും, കടൽ കാണും, ഭയന്നു പോകും, തിരിച്ചോടും. എന്നിട്ട് വീണ്ടും അവിടെ തന്നെ ആ സങ്കേതത്തിൽ തന്നെ വന്ന് കിടക്കും. നെക്സ്റ്റ് പേര. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഹൂസ് വിങ്സ് വെർ
far shorter than his son. ഇനി നോക്കൂ, അവൻ പിറന്നിട്ട് 4-5 ദിവസങ്ങളായി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ സഹോദരങ്ങൾ, ആ പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നുപോയി. അവരുടെ ചിറക് അന്ന് ഇതിനേക്കാളും ചെറുതായിരുന്നു. ആ ചെറു ചിറക് ഉപയോഗിച്ചാണ് ആ പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നത്. പക്ഷേ ഇവൻ്റെ ചിറകിത അല്പം കൂടി വലുതായിരിക്കുന്നു. ബട്ട് ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ കോൺഫിഡൻറ്റ്. എന്നിട്ടും അവനിൽ വിശ്വാസമില്ല. And they ran to the brink and they went away. ഇപ്പോഴിതാ അവൻ വീണ്ടും ആ ബ്രിങ്കിലേക്ക് പോകുന്നു. ഫ്ലാപ്ഡ് ദെയർ വിങ്സ്. കണ്ടേ, അവർ ചിറകടിച്ചു പറന്നു പോയതാണ്. ആൻഡ് ഫ്ലൂ അവേ. ബട്ട് ഹീ ഫെയ്ഡ് ടു മസ്റ്റർ അപ്പ് കറേജ്. പക്ഷേ ഇവനിതാ, ഈ പക്ഷിക്കുഞ്ഞിതാ ധൈര്യം സംഭരിക്കാൻ കഴിയാതെ, ഫിയർഫുൾനെസ് കൊണ്ട്, അഫ്രെയ്ഡ് ഓഫ് ദി സീ, കടലിനെ ഭയപ്പെട്ടുകൊണ്ട്, ആ കടലിൻ്റെ മുകളിലൂടെ പറക്കാനുള്ള ഉപാധി ഈ സൃഷ്ടാവ്, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹിസ് വിങ്സ്. അവൻ്റെ ചിറകുകളാണ്. ബട്ട് ഹി ഹാസ് ടു യൂസ് ഇറ്റ്. അവനത് ഉപയോഗിക്കണം. ഹി മസ്റ്റ് സപ്പോർട്ട് ഹിം വിത്ത് ഹിസ് വിങ്സ്. അവൻ്റെ ചിറക് കൊണ്ട് അവനെ സഹായിക്കണം. ദാറ്റ് ഫോർ, അതിനു വേണ്ടി ഹി ഷുഡ് ഹാവ് ദ കോൺഫിഡൻസ്. അവന് ആത്മവിശ്വാസം വേണം. നോ, ഇല്ല. ഹി ഈസ് ഫിയർഫുൾ. അവൻ ഭീരുവാണ്. ടിമിഡ്, ഭീരുവാണ്. കവാർഡ്, ഭീരുവാണ്. ഹീ ഷുഡ് ബി കറേജിയസ്. അവൻ ധീരനാകണം. ആൻഡ് യു ഷുഡ്, നിങ്ങളും അങ്ങനെ ആകണം. എക്സാം വിൽ കം, വി ഹാവ് ടു ഫേസ് ഇറ്റ്. ഇൻ്റർവ്യൂ വിൽ കം, വി ഹാവ് ടു ഫേസ് ഇറ്റ്. ആൻഡ് മെനി വിൽ ബി ദർ. പലരും ഉണ്ടാകും. വി നോ വി ഹാവ് ടു വിൻ ഇറ്റ്. നമുക്കത് ജയിക്കണം. സോ അവർ വിങ്സ് മസ്റ്റ് ബി സ്ട്രോങ്. മക്കളെ, നിങ്ങളുടെ ചിറകുകൾ ശക്തമാണെങ്കിലേ നിങ്ങൾക്ക് പറക്കാൻ പറ്റുള്ളതാണ് നമ്മുടെ APJ അബ്ദുൽ കലാം നമ്മെ ഐ വിൽ ഫ്ലൈയിൽ കൂടെ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കൂ, ഇവൻ്റെ ചിറകുകളുണ്ട്, പക്ഷെ അവന് ആത്മധൈര്യമില്ല. ഹീ ഫെയ്ഡ് ടു മസ്റ്റർ മീൻസ് കലക്ട്. അപ്പോൾ കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലജ്. അവൻ ആ പ്ലങ്ക് നടത്താൻ, ചാടി വേണം പറക്കാൻ. അത് നടത്താൻ പറ്റുന്നില്ല. അവൻ വിചാരിക്കുന്നു ഞാൻ ചാടിയാൽ വെള്ളത്തിൽ വീഴുന്നു. ഈ പാരച്യൂട്ടിൽ നിന്നൊക്കെ വിമാനത്തുനിന്ന് പുറത്തേക്ക് ചാടും പോലെ. ആൻഡ് ഹി ഫെയ്ഡ് ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലങ് വിച്ച് അപ്പിയേർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്. കാരണം ഹി ബിക്കെയിം ഡെസ്പറേറ്റ്. ദാറ്റ് മീൻസ് മെൻ്റലി ഡിസപ്പോയിൻറ്റഡ്. അതുകൊണ്ട് ഉള്ളിൽ ഭയമാണ്. നിങ്ങളിൽ പലർക്കും പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം ഭയങ്കരല്ലേ എന്നൊക്കെ കരുതുന്ന മാതിരി. ഇറ്റ്സ് എ കോമൺ തിങ്. അതൊരു സാധാരണ പ്രക്രിയ മാത്രമാണ്. ഓൾ ഓഫ് us ഫേസ് ഇറ്റ്, ഓൾ ഓഫ് us ടു വിൻ ഇറ്റ്. നമുക്കതിനെ ഫേസ് ചെയ്യാനുണ്ട്, നമുക്കതിനെ മറികടക്കാനുണ്ട്. നിങ്ങൾക്കുള്ള പാഠമാണിത്. യു ആർ ഓൾസോ ലൈക്ക് ദിസ് ഫ്ലഡ്ജിലിംഗ് ലിറ്റിൽ ബേർഡ്. നിങ്ങൾ പലരും പക്ഷിക്കുഞ്ഞിനെ പോലെയാണ്. അല്പം ഭീരുത്വമുള്ളിലുണ്ട്. വി ഹാവ് ടു ത്രോ ഇറ്റ് അവേ. നമുക്കതിനെ പുറത്തേക്ക് വലിച്ചെറിയണം. അതിനാണ് ഈ പാഠം. To desperate. His father and mother had come around calling to him shrilly. അവൻ്റെ അച്ഛനും അമ്മയും വന്ന് അവനെ വിളിച്ചു. അവരുടെ ശബ്ദത്തിൽ അവർ അവനെ കൂകി വിളിച്ചു. അവരുടെ ശബ്ദത്തിൽ, പക്ഷിയുടെ ശബ്ദത്തിൽ. ദേ ഇൻസ്പയർഡ് ഹിം. അവർ അവനെ പ്രേരിപ്പിച്ചു. ദേ ട്രൈഡ് ടു അട്രാക്റ്റ് ഹിം. അവർ അവനെ ആകർഷിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അവന് ഭയം വിടുന്നില്ല. നോക്കൂ, had come around calling to him shrilly, scolded him. എന്നിട്ട് അവരതിനെ ശകാരിച്ച് നോക്കി. അവരുടെ ഭാഷയിൽ, പക്ഷിയുടെ ഭാഷയിൽ. ആസ് യുവർ പപ്പ ആൻഡ് യുവർ മമ്മ ദാറ്റ് സ്കോൾഡ് യു, ദാറ്റ് ദേ ലവ് യു. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. ദേ ട്രൈ ടു ഇൻസ്പയർ യു. അവർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഓൺ സം ഒക്കേഷൻസ് ദേ സ്കോൾഡ് യു. ചിലപ്പോൾ അവർ നിങ്ങളെ ശകാരിക്കുന്നു. അതേമാതിരി ഈ അമ്മപ്പക്ഷിയും ഈ തള്ളപ്പക്ഷിയും ഈ തന്തപ്പക്ഷിയും ഈ പക്ഷിക്കുഞ്ഞിനെ സ്നേഹിച്ചു. അതേമാതിരി അവനെ ഭക്ഷണം ശേഖരിക്കാൻ പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അവനെ പുറത്തേക്ക് സ്നേഹരൂപത്തിൽ വിളിച്ചു നോക്കി, ആകർഷിക്കുന്ന രൂപത്തിൽ വിളിച്ചു നോക്കി. എന്നിട്ട് കൂട്ടാൻ കഴിഞ്ഞിട്ട് ശകാര രൂപത്തിൽ വിളിച്ചു നോക്കി. ആൻഡ് ത്രറ്റനിങ്
ഒടുവിൽ ഭീഷണിപ്പെടുത്തി നിനക്ക് കഴിക്കാനൊന്നും തരില്ല എന്ന്. കഴിഞ്ഞ ദിവസം അവൻ പട്ടിണി കിടക്കാണ്, അവരൊന്നും കൊണ്ട് കൊടുത്തിട്ടില്ല, അവരൊന്നും കൊടുത്തില്ല. കാരണം ദാറ്റ് വാസ് എ പണിഷ്മെൻറ്റ്, അവന് കൊടുത്ത ശിക്ഷയായിരുന്നത്. അവനെ ഭീഷണിപ്പെടുത്തി നോക്കി അവർ, ടു ലെറ്റ് ഹിം സ്റ്റാർവ്. കണ്ടോ, പട്ടിണിക്കിട്ട് നോക്കി ഓൺ ഹിസ് ലഡ്ജ്. ഇന്നലെ ആ ലഡ്ജിനകത്ത് ഒന്നും കഴിക്കാതെ അവനിങ്ങനെ 24 മണിക്കൂർ കഴിച്ചു കൂട്ടി. അൺലെസ് ഹി ഫ്ലൂ എവേ. നീ പറന്ന് വന്നാൽ, നിങ്ങൾ ചിലപ്പോൾ പഠിക്കാണ്ട്, നീ പഠിച്ച് നീ മിടുക്കനായാൽ, നീ മിടുക്കിയായാൽ ഞാൻ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങിത്തരാം എന്ന് അച്ഛനും അമ്മയും പറയുന്നത് മാതിരി പ്രേരിപ്പിച്ചു നോക്കി, സ്നേഹത്തോട് ഉപദേശിച്ചു നോക്കി, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു നോക്കി. എന്നിട്ടും ഈ പക്ഷിക്കുഞ്ഞ് പറക്കുന്നില്ല. അതുകൊണ്ട് അവരവനെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, പട്ടിണിക്കിട്ടു. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ബട്ട് ഹി കുഡിൻറ്റ് മൂവ്. പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ ആ കല്ലിൽ നിന്ന് പുറത്തേക്ക്, ആ പാറയുടെ തള്ളി നിൽക്കുന്ന പാറക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് പറക്കാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് പേരാ. ദാറ്റ് വാസ് 24 hours ago. ആ സംഭവം 24 മണിക്കൂർ മുന്നേ ആയിരുന്നു. 2 കുഞ്ഞുങ്ങളെയും കൂട്ടി പറന്ന് അച്ഛനും അമ്മയും പുറത്തേക്ക് പോയത്. സിൻസ് ദെൻ, അതിൽ പിന്നീട് നോബഡി ഹാഡ് കം നിയർ ഹിം. ആരും അവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ദേ ഡി ബിഫോർ. കഴിഞ്ഞ ദിവസം ഓൾ ഡേ ലോങ്, കഴിഞ്ഞ ദിവസം പകൽ അത്രയും ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ്. അവനെ ആകർഷിക്കാൻ വേണ്ടി അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ 2 സഹോദരങ്ങളെയും കൂട്ടി വായുവിലൂടെ പറക്കുകയായിരുന്നു, ഒരു പാറപ്പുറത്തുനിന്ന് മറ്റൊരു പാറപ്പുറത്തേക്ക്, എന്നിട്ട് അല്പം ദൂരം കടലിന് മുകളിലൂടെ. ഇങ്ങനെയൊക്കെ അവർ പറന്ന് അവനെ കാണിച്ചു കൊടുത്തു, പ്രേരിപ്പിച്ചു നോക്കി. കണ്ടോളൂ, പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ആൻഡ് പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. അതാണ്, കണ്ടോ, പെർഫെക്റ്റ് ഫ്ലൈറ്റ്. അവർ അവനെ, ആ 2 സഹോദരന്മാരെയും സഹോദരിയെയും പെർഫെക്റ്റ് ആക്കുകയായിരുന്നു. പറന്ന് പരിശീലിപ്പിച്ച് പെർഫെക്റ്റ്. വി നോ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. പ്രാക്ടീസാണ് പെർഫെക്റ്റ് ആക്കുന്നത്. സോ ദേ ഹാവ് ബീൻ പ്രാക്ടീസിങ്. അവർ ഇന്നലെ മുഴുവൻ ആ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുകയായിരുന്നു. ബട്ട് വാട്ട് ദീസ് ലേസി ഫെലോ, ദിസ് ഫൂളിഷ് ഫെലോ വാസ് ഡൂയിങ്. പക്ഷേ ഈ വിദ്വാൻ, ഈ മടിയൻ, ഈ വിഡ്ഢിക്കുഷ്മാണ്ഡം എന്താണ് ചെയ്തത്? ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ കൂടിനകത്ത് ഇന്നലെ മുഴുക്കെ. അതുകൊണ്ട് എന്നിട്ട് അത് മാത്രമല്ല, ടീച്ചിങ് ദം, ആ 2 സഹോദരന്മാരെയും അല്ലെങ്കിൽ സഹോദരന്മാരെയും എന്നുവെച്ചാൽ പക്ഷിക്കുഞ്ഞുങ്ങളെ, ഹൗ ടു സ്കിം, വെള്ളത്തിൽ എങ്ങനെ ഇറങ്ങാം, എങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നീന്തി പോകാം അല്ലെങ്കിൽ സ്കിം ചെയ്യാം, എന്നിട്ടെങ്ങനെ വെള്ളത്തിൽ നിന്നും ഹെറിങ് അല്ലെങ്കിൽ സാഡാൻ, മത്തി പോലുള്ള ചെറു മത്സ്യങ്ങളെ പിടിച്ചു കഴിക്കാം എന്നവരെ പരിശീലിപ്പിക്കും. അതാണ് സ്കിമ്മിങ്. ദ വേവ്സ്, തിരമാലകൾ മുറിച്ച് നീന്തുന്നത് എങ്ങനെയെന്ന്. ആൻഡ് ഹൗ ടു ഡൈവ്, ഇനി ഫിഷ് വെള്ളത്തിൻ്റെ അകത്താണെങ്കിൽ എങ്ങനെ ഡൈവ് ചെയ്യാമെന്ന്. അതുകൊണ്ട് they were practicing, they were teaching them how to fly over the sea, how to skim on the surface of the sea, how to dive inside the water. വെള്ളത്തിനകത്തേക്ക് എങ്ങനെ ഊണിയിടാമെന്ന്, വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ എങ്ങനെ തെന്നി പോകാമെന്ന്, വെള്ളത്തിന് മുകളിൽ ആകാശത്തിലൂടെ എങ്ങനെ വായുവിലൂടെ പറക്കാമെന്ന് ദാറ്റ് പാരൻസ് വേർ ടീച്ചിങ് their little ones. ആ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത്രയും ദിസ് ഫെലോ, വൺ ഹു ഈസ് ഡിഫറെൻ്റ് ഓഫ് ഹിംസെൽഫ്, ആത്മവിശ്വാസമില്ലാത്ത ഈ വിദ്വാൻ ഭയപ്പാടോടെ കടലിനെ നോക്കിയിരിക്കുകയായിരുന്നു, ആകാശത്തിന് നോക്കിയിരിക്കുന്നു. പക്ഷെ പട്ടിണി കിടക്കുകയായിരുന്നു. അവരൊന്നും കൊടുത്തില്ല അവന് കഴിക്കാൻ. ദെൻ റിങ്സ് ആൻഡ് ഡിവോർ, എന്നിട്ട് വേണം കൊത്തി വിഴുങ്ങാൻ. അതും പഠിപ്പിച്ച് എങ്ങനെയാണ് ഈ മുള്ളുള്ള മത്സ്യം കഴിക്കേണ്ടതെന്ന്. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട് റേസിങ് എ പ്രൗഡ് കാക്കിൾ. ദേ വർ പ്രാക്ടീസിങ് their children, but this idiot was watching it as a lazy fellow. ഒരു മടിയനായിട്ട് ഇവൻ ഇതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ
flying in the sky, skimming on the water and diving into the water and catching the fish and devouring it and eating it and flying very happily around ഹിം. അവന് ചുറ്റും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നു നടക്കുകയായിരുന്നവർ. പക്ഷെ അവനോ ഭയം. ആ ഭയത്തിൻ്റെ ആത്മീകത്തിൽ സ്വയം ചുരുണ്ടുകൂടി ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ്റെ അച്ഛനമ്മമാർ ഇന്നലെ മറ്റു കുഞ്ഞുങ്ങളുടെ പ്രകടനം കണ്ട് അഭിമാനത്തോടുകൂടി ശബ്ദമുണ്ടാക്കി, ഹായ് എന്നുള്ള ശബ്ദം മാതിരി. അതാണ് ആ കേക്ക്. അവർ അവിടെ നിന്നും കൂജന ശബ്ദമുണ്ടാക്കി, ഹൗ നൈസ് മൈ ചിൽഡ്രൻ ആർ എന്നുള്ള രീതിയിൽ. ഏതുമാതിരി ഇപ്പോൾ ആയിഷയുടെ വീട്ടിൽ പോയിട്ട് ശശിമാഷ് A+ന് വേണ്ടി ഉപഹാരം കൊടുക്കുമ്പോൾ എപ്രകാരത്തിലാണോ അവളുടെ അച്ഛനും അമ്മയും സഹോദരനും മറ്റും വളരെ പ്രൗഡായിട്ട് അവരെ നിന്നത്, അതുമാതിരി ഈ ബേർഡ്സ്, ഈ പക്ഷികൾ, പാരൻസ്, ദേ വേർ വെരി പ്രൗഡ് ഓഫ് ദിസ് ലിറ്റിൽ ചിൽഡ്രൻ. അങ്ങനെയാണ് മക്കളുടെ വിജയം അച്ഛനമ്മമാരുടെ വിജയമാണ്. സ്റ്റുഡൻസിൻ്റെ വിജയം, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ വിജയം അധ്യാപകൻ്റെ വിജയമാണ്. ആ വിജയം തരുന്ന സന്തോഷമാണ് അധ്യാപകൻ്റെ സന്തോഷം, നേട്ടം. ആ സന്തോഷമാണ്, അഭിമാനമാണ് അച്ഛൻ്റെ അമ്മയുടെ നേട്ടം, ജീവിതത്തിലെ നേട്ടം. വി ആർ ആക്ച്വലി the students, the children are obliged to give it. നിങ്ങളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നോക്കൂ. And all the morning and the family had walked about on the big plateau. ആ വലിയ പാറയ്ക്ക് ചുറ്റും, ആ പ്ലാച്ചുവിന് ചുറ്റും ഇന്നലെ ഇവിടെ ഇരുന്നിട്ടും മറ്റുള്ള പാറക്കെട്ടിൽ ഇരുന്നിട്ടൊക്കെ ഇവന് വേണ്ടി ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാണ്. ഇതാണ് പ്ലാച്ചു. ആ പ്ലാച്ചുവിൽ കയറി ഇരുന്നിട്ടൊക്കെ അവനെ വിളിച്ചു നോക്കി. മിഡ് ഡൗൺ ദി ഓപ്പോസിറ്റ് ക്ലിഫ്. ഇതിന് അപ്പുറത്തുള്ള ഇവിടെയും ക്ലിഫുണ്ട്. ആ ക്ലിഫിന് മുകളിൽ ഇരുന്നിട്ട് ആ 2-3 പക്ഷികൾ, അച്ഛൻ പക്ഷി, അമ്മ പക്ഷി ഒക്കെ ഇവിടെ ഇരുന്നിട്ടൊക്കെ അവനെ ആകർഷിച്ചു നോക്കി. ഇല്ല, കല്ല് പോലെ ഇരിക്കുകയാണ് അവൻ ഭയന്നിട്ട്. നെക്സ്റ്റ് പേരാ. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. ഇപ്പോഴിതാ സന്ധ്യയാകാറായിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുകയാണ്. ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലെഡ്ജ്. ഇപ്പോഴ് അവൻ്റെ കൂട്ടിലേക്ക് ഇളം വെയിൽ വീശുന്നുണ്ട്. ദാറ്റ് ഫേസ് ദ സൗത്ത്. ഈ നോട്ടം, ഈ പാറക്കെട്ടിലിരുന്ന് അവൻ തെക്കോട്ട് നോക്കിയിരിക്കുകയാണ്, കടലിൽ നോക്കിയിരിക്കുകയാണ്. ഹീ ഫെൽറ്റ് ദ ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൻ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ. ദ സൺ വാസ് അസെൻഡിങ് എന്നാണ് പറഞ്ഞത്. അസെൻഡ്, കയറുക, റൈസ്, ആൻഡ് ഡിസെൻഡ്, ദാറ്റ് മീൻസ് ഫാൾ. അതാണ് സൺറൈസ് ആൻഡ് സൺഫാൾ, സൺസെറ്റ് അല്ലെങ്കിൽ സെറ്റ്. ഒരു 24 മണിക്കൂർ മുഴുവൻ കഴിഞ്ഞു, പകലൊന്നും കഴിച്ചില്ല, രാത്രിയൊന്നും കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം പ്രഭാതമായി. ദ സൺ വാസ് നൗ ascending the sky. The sun was now ascending the sky. ഇതാ പിറ്റേ ദിവസം പ്രഭാതമായിരിക്കുന്നു. സൂര്യൻ മുകളിലേക്ക് കയറി വരുന്നു. വാമിലി, സൂര്യൻ്റെ ചൂടുള്ള രശ്മികൾ അവൻ്റെ ആ കൂടാരത്തിലേക്ക്, അവൻ്റെ കൂട്ടിലേക്കും പതിച്ചു. ഹി കുഡിൻ്റ് കളക്ട് ഹിസ് കറേജ്. ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞില്ല. വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പെറേറ്റ്. ഹി വാസ് സോ ഡെസ്പെറേറ്റ്. He was so feared. He was afraid of flying. He was afraid of plunging into the water. വെള്ളത്തിലേക്ക് ചാടി പറക്കാനുള്ള ഭയം, അത് അവനെ നിരാശപ്പെടുത്തി. His father and mother had come around calling to him, shrilly scolding him. And his parents, the mother bird and the father bird, they were flying and they were actually supporting him. They were attracting him. They were inspiring him. അവർ അവനെ പറന്ന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. യു കം ലിറ്റിൽ വൺ, മോനെ വരൂ, മോളെ വരൂ എന്നുള്ള രീതിയിൽ ആ പക്ഷിക്കുഞ്ഞിനോട് അവർ സ്നേഹപൂർവ്വം സംസാരിച്ചു കൊണ്ടിരുന്നു. അതായത് അവരുടെ ഭാഷയിൽ. കോളിംഗ് ടു ഹിം
ഷ്രില്ലി, അതായത് കൂജന ശബ്ദത്തിൽ, സ്കോൾഡിങ് ഹിം, ചിലപ്പോൾ വഴക്ക് പറയുന്നുണ്ട്, ത്രട്ടനിങ്, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ, അവനോട് പറഞ്ഞു വി വിൽ സ്റ്റാർവ് യു, ഞാൻ നിന്നെ പട്ടിണിക്കിടമെന്ന് പറയുന്നുണ്ട്, ഹിസ് ലെഡ്ജ്, നീ കൂട്ടിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന്, അൺലെസ് ഹി ഫ്ലൂ അവേ യു മസ്റ്റ് ഫ്ലൈ യുവർ സെൽഫ്, നീ തന്നെ സ്വയം പറക്കണമെന്ന് അവർ അവനോട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്, പക്ഷേ ജീവനിൽ കൊതി, പ്രാണഭയം, ഹി വാസ് നോട്ട് റെഡി ടു ഫ്ലൈ, അവൻ പറക്കാൻ തയ്യാറല്ലായിരുന്നു. Nespera. What was 24 hours ago? Since then, nobody had come near him. ഈ സംഭവിച്ചതൊക്കെ 24 മണിക്കൂർ മുന്നാണ്. അതിൽ പിന്നീട് അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ അവൻ്റെ അരികിലേക്ക് ആരും വന്നിട്ടില്ല. The day before, all day long, കഴിഞ്ഞ ദിവസം പകലത്രയും, he had watched his parents flying about with his brothers and sister. കഴിഞ്ഞ പകലത്രയും അച്ഛനും അമ്മയും സഹോദരിയെയും സഹോദരനെയും കൂട്ടി ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുകയായിരുന്നു. പെർഫെക്റ്റിംഗ് ദം, മേക്കിംഗ് ദം പെർഫെക്റ്റ് ഇൻ ഫ്ലൈറ്റ്, അവരെ പറക്കാൻ പഠിപ്പിച്ചുകൊണ്ട്, അത് പൂർത്തിയാക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, അത് സമ്പൂർണ്ണമാക്കുന്നത് പരിശീലിപ്പിച്ചുകൊണ്ട് ആണ് പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. യെസ്, ദിസ് ഈസ് ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കുക എന്ന കല, അതാണ് ഇവിടെ പരിശീലിക്കുന്നത്. ടീച്ചിങ് ദം ഹൗ ടു സ്കിം, എങ്ങനെയാണ് വെള്ളത്തിലൂടെ സ്കിം ചെയ്യേണ്ടത്, തെന്നിപ്പോകേണ്ടതെന്ന്. ദ വേവ്സ്, തിരമാലകളെ മുറിച്ചുകൊണ്ട്. ആൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് സീഗൾ, കടൽക്കാക്കയാണ്. ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെയാണ് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിച്ചെന്ന് ഡൈവ് ചെയ്തിട്ട് ഊളിയിട്ട് മത്സ്യം പിടിക്കേണ്ടതെന്ന്. ദാറ്റ് പപ്പ ആൻഡ് മമ്മ, ദ മദർ ബേർഡ്, ദ ഫാദർ ബേർഡ് ഹാഡ് ബീൻ പ്രാക്ടീസിങ് ദ ലിറ്റിൽ വൺസ്. ബട്ട് ഓൾ ദ ടൈം, ആ സമയം അത്രയും ഈ പക്ഷിക്കുഞ്ഞ് ഈ സങ്കേതത്തിൽ ഇരിക്കുകയാണ്, നിൽക്കുകയാണ്, ഇടയ്ക്ക് നടന്നു നോക്കും, പറക്കാൻ നോക്കും, പേടിച്ച് പിറകിലേക്ക് പോരും. ആൻഡ് ഹി ലെഫ്റ്റ് ഇറ്റ്, അവനത് ഉപേക്ഷിച്ചു, പറക്കുക എന്നുള്ള പ്രക്രിയ. ബട്ട് എന്നാൽ അതേസമയം ദ ബ്രദർ ആൻഡ് ദ സിസ്റ്റർ, ദേ വർ ലേണിംഗ് ടു ഫ്ലൈ, അവർ പറക്കാൻ ശീലിക്കായിരുന്നു. ദേ വർ പ്രാക്ടീസിങ് ടു സ്കിം ഓൺ ദ സർഫേസ് ഓഫ് ദ വാട്ടർ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ സ്കിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശീലിക്കുകയായിരുന്നു. ആൻഡ് ദേ വർ പ്രാക്ടീസിങ് ടു ഡൈവ് ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിനുള്ളിലേക്ക് ഊളിയിട്ട് ചെന്ന് മത്സ്യം പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുകയായിരുന്നു. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫേസ്റ്റ് ഹെറിങ്, തൻ നോക്കിയിരിക്കുകയാണ് അവൻ്റെ കുഞ്ഞു സഹോദരൻ വെള്ളത്തിലേക്ക് ഊളിയിട്ട് ചെന്ന് ഫസ്റ്റ് ഹെറിങ്, ആദ്യത്തെ മത്തിക്കുഞ്ഞിനെ പിടിക്കുന്നത്, കുഞ്ഞു മത്തിയെ പിടിക്കുന്നത്. ആൻഡ് ഈറ്റിംഗ് ഇറ്റ്, ഡിവോറിങ് ഇറ്റ്, ആർത്തിയോടെ അത് വെട്ടി വിഴുങ്ങുന്നത്. ഇതാ ദിസ് ലേസി ഫെലോ സിറ്റിംഗ് ഹിയർ, അവൻ്റെ ബ്രദർ ഇവിടെയുണ്ട്, ഈ ചിറകടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഊളിയിട്ട് സ്കിം ചെയ്ത് ഡൈവ് ചെയ്ത് മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്നും കൊത്തിയെടുത്ത് കഴിക്കുന്നത്. സിറ്റിംഗ് ഹിയർ ഹി വാസ് വാച്ചിങ്, പക്ഷെ നോക്കി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. ആദ്യത്തെ ഹെറിങ് മത്സ്യത്തിനെ അവൻ്റെ സഹോദരൻ പിടിക്കുന്നതും വെട്ടി വിഴുങ്ങുന്നതും. ആൻഡ് ഡിവോർ ഇറ്റും. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, ഇതൊക്കെ ഈ പാറപ്പുറത്തിരുന്നു കൊണ്ട്. വൈൽ ഹിസ് പാരൻസ് സർക്കിൾഡ് അറൗണ്ട്, അച്ഛനും അമ്മയും വട്ടമിട്ട് പറക്കുന്നു. റേസിങ് എ പ്രൗഡ് ക്രാക്കിൾ, നോക്കൂ അവരതാ പ്രൗഡ് കാക്കിൾ, അഭിമാനത്തോടുകൂടി ആ ശബ്ദം, അഭിമാന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, പ്രൗഢഗംഭീരമായ അഭിമാനപൂർണമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അച്ഛനും അമ്മയും പറന്ന് കളിക്കുന്നു. ആൻഡ് ഓൾ ദ മോർണിംഗ് ദ ഹോൾ family had walked about on the big plateau. ഇന്നലെ പകലത്രയും ആ കുടുംബം പലപ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് അവനെ പ്രേരിപ്പിച്ചു. അച്ഛൻ പക്ഷിയും അമ്മ പക്ഷിയും ഏട്ടൻ പക്ഷിയും അല്ലെങ്കിൽ അനുജത്തി പക്ഷിയും എല്ലാം കൂടെ വന്നിരുന്നിട്ട് ടോട്ടൽ ഫാമിലി. they were inspiring him, they were actually supporting him, they were calling him. അവർ അവനെ വിളിക്കായിരുന്നു, ആകർഷിക്കായിരുന്നു, പ്രേരിപ്പിക്കായിരുന്നു. ബട്ട് ഹി കുഡിൻ്റ് മൂവ്, പക്ഷെ ഭയം.
ഇറ്റ് വാസ് ലൈക്ക് എ ഹെവി സ്റ്റോൺ. അതൊരു വലിയ കല്ല് പോലെ അവൻ്റെ മനസ്സിൽ, അവൻ്റെ സിരകളിൽ അതങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഫിയർ. അവൻ അനങ്ങാൻ പറ്റിയില്ല. down the opposite cliff, laughing at his cowardice, ഭീരുത്വം means timidity. അവൻ്റെ ഭീരുത്വത്തെ കണ്ട് അവർ ചിരിക്കുകയായിരുന്നു. ഹൗ കവാർഡ് ഹീസ്, ഹൗ ടിമിഡ് ഹീസ്. കവാർഡ് അജക്റ്റീവാണ്, കവാർഡൈസ് നൗണാണ്. ടിമിഡ് അജക്റ്റീവാണ്, ടിമിഡിറ്റി നൗണാണ്. അപ്പം അവൻ്റെ ഭീരുത്വം കണ്ടുകൊണ്ട് അവർ അവനെ പരിഹസിക്കുകയായിരുന്നു മറ്റൊരു പാറപ്പുറത്തിരുന്നു കൊണ്ട്. നെക്സ്റ്റ് പേര. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. പിറ്റേ ദിവസം പ്രഭാതമായി, സൂര്യൻ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയാണ്. അസെൻഡ് റൈസ്, ഡിസെൻഡ് ഓപ്പോസിറ്റ്. സൂര്യൻ ഉദിച്ചു വരികയാണ്. ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലഡ്ജ്. ഇപ്പോഴിതാ ഊഷ്മളമായ ആ രശ്മികൾ അവൻ്റെ കൂടാരത്തിലുമെത്തി, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടിലുമെത്തി, അവൻ്റെ സങ്കേതത്തിലുമെത്തി. ദാറ്റ് ഫേസ് ദ സൗത്ത്. അവൻ തെക്കോട്ട് നോക്കിയിരിക്കുകയാണ്, കടലിലേക്ക് നോക്കിയിട്ട്. ഹീ ഫെൽറ്റ് ദ ഹീറ്റ്. അവന് സൂര്യൻ്റെ ചൂട് അനുഭവപ്പെട്ടു. പക്ഷെ അതിനേക്കാളും ചൂട് വയറ്റിനകത്തുണ്ട്. ഹി ഹാഡ് നോട്ട് ഈറ്റൻ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫാൾ. കഴിഞ്ഞ രാത്രി മുതൽക്ക്, കഴിഞ്ഞ രാത്രി, ആ പകൽ, പിന്നീടൊരു രാത്രി അവനൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും പ്രഭാതമായി. ദെൻ ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്കരൽസ് ടെയിൽ. അങ്ങനെ വീണ്ടും അവൻ തിരിഞ്ഞ് ഈ സങ്കേതത്തിൽ ചെന്ന് നോക്കി. ദർ വാസ് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്കരൽ. കഴിച്ച അച്ഛൻ അമ്മ കൊണ്ടുവന്ന് തന്ന് കഴിച്ച മാക്കരൽ, അയിലയുടെ ഉണങ്ങിയ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം അവൻ അവിടെ നിന്ന് കിട്ടി. ഉണങ്ങി കിടക്കുന്നൊരു കഷ്ണം അത് കിട്ടിയാകെ. മാക്കരൽ അയില, സാർഡൈൻ മത്തി, ഹെറിങ് മത്തി തന്നെ. Then because he had not eaten since the previous nightfall, and then he had found a dried piece of mackerel's tail. ഒരു വാല കിട്ടിയത്, ഉണക്ക വാല്. at the far end of his ledge, തൻ്റെ കൂടിൻ്റെ അറ്റത്ത് നിന്ന്. Now there was not a single scrap of food left. ഇപ്പോൾ ആ കൂട്ടിൽ ഒരു തരി ഭക്ഷണം പോലുമില്ല. നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ്. ഒരു തുണ്ട്, ഒരു തരി ഭക്ഷണം പോലുമില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവരി ഇഞ്ച്. അവൻ എല്ലാ ഇടവും പരതി നോക്കി. റൂട്ടിങ് എമംഗ് ദി റഫ്, അതായത് അടി മുതൽ മുടി വരെ ആ കൂട് അല്ലെങ്കിൽ ആ എഡ്ജ് അത് മുഴുവൻ തപ്പി നോക്കി. ആൻഡ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ് വെർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ്. എന്നാൽ ഈ പക്ഷികൾ വിരിഞ്ഞപ്പോൾ, ഹാച്ച് വിരിയുക, അച്ഛനും അമ്മയും തന്തപ്പക്ഷിയും തള്ളപ്പക്ഷിയും ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ വിരിയിച്ചപ്പോൾ ഉണ്ടായ മുട്ട തോട് പൊട്ടിക്കിടക്കുന്ന വൃത്തികേടും കുഞ്ഞിത്തൂവലിൻ്റെ വൃത്തികേടുകളുമല്ലാതെ there was nothing. അവിടെ മറ്റൊന്നുമില്ല. എഡിബിൾ ടു ബി ഈറ്റൻ, കഴിക്കാൻ കൊള്ളാവുന്ന ഒന്നുമില്ല. ലാസ്റ്റ് പീസ് വാസ് എ ഡ്രൈഡ് ടെയിൽ പാർട്ട് ഓഫ് എ മാക്കരൽ. അവസാനമായി കിട്ടിയത് ഒരു അയില ഉണങ്ങിയതിൻ്റെ വാൽ തുമ്പാണ്. അതും ഇനിയില്ല. അതാണ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ് എന്ന് പറഞ്ഞത്. വൃത്തികേട് കൊണ്ട് ഉണ്ടാക്കിയ പൊതിഞ്ഞ ഒരു കൂട്. വെർ ഹി ആൻഡ് ഹിസ് ബ്രദർ, കാരണം അവിടെയാണല്ലോ അവനും അവൻ്റെ സഹോദരന്മാരും മുട്ട വിരിഞ്ഞ് പുറത്ത് വന്നത്. ഹി ഈവൻ നോഡ് അറ്റ് ദി ഡ്രൈഡ് പീസസ് ഓഫ് എഗ് ഷെൽ. അവസാനം ഗതികെട്ട് അവൻ താൻ പിറന്നു വീണ മുട്ടത്തോടിൻ്റെ തുമ്പ് കൊത്തി നോക്കി. അത് കഴിക്കാൻ പറ്റുമോ എന്ന്. അവനവനെ തന്നെ കഴിക്കുന്നത് പോലെ, കടിച്ചു തിന്നും പോലെ. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറഞ്ഞതുപോലെ. സോ ദ ഹങ്കർ വാസ് സോ ബേണിങ്. വിശപ്പ് അത്രത്തോളം വയറൊന്ന് കത്തുന്നുണ്ട്. ബട്ട് ഇഫ് ഹി വാണ്ടഡ് ടു ഈറ്റ് ഹി ഹാസ് ടു ഫ്ലൈ. അവന് കഴിക്കണമെങ്കിൽ അവൻ പറക്കണം. ഇഫ് ഹി വാണ്ടഡ് ടു ഈറ്റ് ഹി ഹാസ് ടു ക്യാച്ച് ദി വിക്ടിം. അവന് കഴിക്കണമെങ്കിൽ അവൻ അതിൻ്റെ ഇര പിടിക്കണം. ഇര പിടിക്കാതെ കഴിക്കാൻ പറ്റില്ല. നോ പെയിൻ നോ ഗെയിൻ. ആർ യു റെഡി ടു ടേക്ക് പെയിൻ, ദെൻ യു ആർ എലിജിബിൾ ടു ഗെറ്റ് ഗെയിൻ. നിങ്ങൾ പെയിൻ, വിഷമം,
ദുഃഖം, സങ്കടം, കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നേടാം. ദാറ്റ്സ് വൈ ഇംഗ്ലീഷ് പ്രോവർബ് സേസ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രോവർബ് ഇങ്ങനെ പറയുന്നത്, നോ പെയിൻ നോ ഗെയിൻ. പെയിൻ എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഗെയിനും ഉണ്ടാകില്ല. അതാണ് ഈ പക്ഷിക്കുഞ്ഞിൻ്റെ അവസ്ഥ. ആൻഡ് ഈവൺ നോട്ട് അറ്റ് ദി ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. ഇപ്പോഴത്തെ അവൻ അവസാനം ആ എഗ് ഷെല്ലും കൊത്തി നോക്കുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. എന്തിനു പറയുന്നു? അത് തന്നെ കൊത്തി തിന്നും പോലെ, തൻ്റെ അവശിഷ്ടം കൊത്തി തിന്നും പോലെ മ്ലേച്ഛമായിരുന്നു. ഇറ്റ് വാസ് എ വെരി പുവർ തിങ് ദാറ്റ് ഹി വാസ് ഡൂയിങ്. ഈ പാഠഭാഗം ഫസ്റ്റ് പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പാർട്ട് സെക്കൻഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ത്രൂ ദ ചാനൽ.